നമുക്ക് കൊച്ചിയിൽ ആരാധകരുടെ ഒരു പ്രതീക്ഷ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ആവേശത്തോടെയാണ് എല്ലാ മലയാളികളും മാത്രമല്ല ഈ രാജ്യം മുഴുവൻ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് സഞ്ജു വി സാംസന്റെ തകർപ്പൻ പ്രകടനം. ഇന്ന് സഞ്ജു സെഞ്ചുറി അടിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എല്ലാ ആരാധകരും നോക്കിക്കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വടതല ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. ഇവിടെ ഈ സ്പോർട്സ് അക്കാദമിയിലെ കുട്ടികളുണ്ട്, അതുകൂടാതെ ഇവിടുത്തെ യൂത്ത് സെൻറ്ററിൻ്റെ ചുണക്കുട്ടന്മാരുണ്ട്. ഇവരെല്ലാം തന്നെയും ഈ കളി 2020 വൈകിട്ട് 7 മണിക്ക് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ ആര് ജയിക്കും? ഇന്ത്യ ജയിക്കണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. സഞ്ജു സാംസൺ ഇന്നിപ്പോൾ സെഞ്ചുറി അടിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത്. എന്താണ് പറയാനുള്ളത്? സഞ്ജു സെഞ്ചുറി അടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും എന്തായാലും 50 അടിച്ചിരിക്കും. ഡൺ. കഴിഞ്ഞ 2 മത്സരത്തിലും 50 ആയിരുന്നു. ഇത്തവണ സെഞ്ചുറിക്ക് അടുത്ത് വരെ പോയി, കഴിഞ്ഞ 2 തവണ പോയി, പക്ഷേ സെഞ്ചുറി ആയില്ല. അതിൻ്റെ നിരാശയുണ്ടോ? ടോസ് കിട്ടിയാൽ മിക്കവാറും ടീം ബോളിംഗ് എടുക്കുള്ളൂ. അപ്പോൾ മിക്കവാറും ഇന്ത്യ ചേസിങ്ങിലായിരിക്കും, ചേസ് ചെയ്തെടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ എത്ര റൺസ് ടാർഗറ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഒരു 180 ആണെങ്കിൽ സഞ്ജു എന്തായാലും 50 അടിച്ചിരിക്കും, ഉറപ്പാണ്. മലയാളികളെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ എല്ലാ തവണ നമ്മൾ സച്ചിൻ, ദ്രാവിഡ് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ കോഹ്ലി എന്നൊക്കെ പറയുമ്പോൾ ഈ തവണ സഞ്ജു എന്നാണ് എല്ലായിടത്തും പറയുന്നത്. പ്രത്യേകിച്ച് സഞ്ജുവിൻ്റെ ഈ ജേഴ്സിക്ക് വേണ്ടിയൊക്കെ വലിയ അഹമ്മദാബാദിലൊക്കെ തീർന്നു പോയെന്ന് പറഞ്ഞത്. കാരണം സഞ്ജു കുറച്ച് നാളുകളായിട്ട് തുടർച്ചയായിട്ട് ഫോം ഔട്ടായിരുന്നു. പക്ഷേ ഈ വേൾഡ് കപ്പിലാണ് പുള്ളി ആ തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് വന്നത്. നമ്മൾ കണ്ടതാണ് വെസ്റ്റ് ഇൻഡീസായിട്ടുള്ള കളിയിലാണെങ്കിൽ പോലും, സെമി ഫൈനലിലാണെങ്കിൽ പോലും ആ ബാറ്റിങ്ങിൻ്റെ കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ബാക്ക് ഫുട്ടിലാണ് കളിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. ആ ഷോട്ടുകളൊക്കെ മാറ്റി ഇപ്പോൾ നല്ല രീതിയിൽ ബോളും ബാറ്റുമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി മോശം ബോളുകൾ തിരഞ്ഞെടുത്ത് ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സഞ്ജുവിൻ്റെ ഫോം തുടരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്ത്യ തീർച്ചയായിട്ടും ഇന്ന് വേൾഡ് കപ്പ് ഉയർത്തും ചരിത്രം സൃഷ്ടിക്കും. ന്യൂസിലൻഡിനെ കുറച്ചാണ് ഞാൻ കാണാൻ കഴിയില്ല, കാരണം ന്യൂസിലൻഡും കരുത്തരായ ടീം തന്നെയാണ് അല്ലേ? ടൂർണമെൻറ്റിൽ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് പെർഫോമൻസ് കാണിച്ച് തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യയായിട്ടുള്ള കളിയിൽ സഞ്ജുവിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ സഞ്ജു ഒരു ബോള് നോക്കണതിൽ കൂടുതൽ സ്റ്റാർട്ടാണ് സഞ്ജു പ്രാധാന്യം കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു നല്ല തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ ഒടുക്കം നന്നാവും എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ 2 കളിയിലും പുള്ളി ഫസ്റ്റ് ബോൾ തൊട്ട് അടിക്കാനാണ് ശ്രമിച്ചേക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ക്ലിയർ ചെയ്യാനാണ്, ഗ്രൗണ്ട് ക്ലിയർ ചെയ്യാനുള്ള ആ രീതിയിലുള്ള ഷോട്ടുകൾ തന്നെ ആയിരിക്കുള്ളൂ. ഇന്നും സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിലും അയാൾ ടാസ്ക് മിക്കവാറും ഇന്ന് ആ 2 കളികളും പുള്ളി മിസ്സാക്കിയ സെഞ്ചുറി ഇന്ന് നേടിയിരിക്കും. അതാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായും അത് തന്നെയാണ് വലിയ പ്രതീക്ഷ. അവിടെ നമ്മളെ കൊച്ചു കുട്ടികളുണ്ട്. എങ്ങനെയാണ് പ്രതീക്ഷയൊക്കെ? എങ്ങനെയാണ് ഇന്ത്യ ജയിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നതാണ്. എങ്ങനെയാണ് പ്രതീക്ഷ? എങ്ങനെയാണ് സഞ്ജുവിന്റെ ആരാണോ? അതെ സഞ്ജുവും അഭിഷേക് ശർമ്മയൊക്കെ ഉണ്ട് അല്ലേ? എങ്ങനെയാണ് പ്രതീക്ഷ? എങ്ങനെയാണ്? സഞ്ജു സെഞ്ചുറി അടിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് കിട്ടണമെന്ന് വിചാരിക്കണം. അറിയാമോ? പിന്നെ വേറെ അഭിഷേക് ശർമ്മ ഇന്ന് പൊളിക്കും. സഞ്ജുവും അഭിഷേക് ശർമ്മയും കൂടി ഒരു ബ്ലാസ്റ്റിംഗ് ഓപ്പണിംഗ് ആയിരിക്കും ഇന്ന് ഉണ്ടാകുന്നത്. അതാണ് ആഗ്രഹം. ഇത്ര നാൾ ഫോം ഔട്ടായ അഭിഷേക് ശർമ്മയും കൂടി ഫോമിൽ വന്നു കഴിഞ്ഞാൽ സഞ്ജുവും കൂടി അറ്റാക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ കളി അടിപൊളിയായിരിക്കും. ഇന്ത്യ ഉറപ്പായിട്ടും ജയിക്കും. കപ്പടിക്കും, തീർച്ചയായും കപ്പടിക്കുന്നു. തീർച്ചയായും അത് തന്നെയാണ്. കാരണം 2020 വേൾഡ് കപ്പിൽ വീണ്ടും ഇന്ത്യ മൊത്തമിടും. മാത്രമല്ല സഞ്ജു വി സാംസണിലെ വലിയ പ്രതീക്ഷ കഴിഞ്ഞ സെമിയിലും കൂടെ ഫൈനലൊക്കെ കയറാൻ കഴിഞ്ഞ് സഞ്ജുവിൻ്റെ തകർപ്പൻ പ്രകടനമാണ്. ഈ പ്രകടനം ഇന്നും കാഴ്ചവെക്കാനാകും. സഞ്ജു ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച കളിക്കാരനായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിലെ ഒരു ആവേശമാണ്. ഈ കൊച്ചുകുട്ടികളും അതുപോലെ എല്ലാവരും തന്നെ വലിയ ആവേശത്തിലാണ്. വൈകിട്ട് 7 മണിക്ക് കളി കാണാൻ വേണ്ടി എല്ലാവരും ആവേശം അലയടിക്കുകയാണ്. അഹമ്മദാബാദിൽ മാത്രമല്ല കൊച്ചിയിലും